പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 ഫിസിക്സിലെ 12ാമത്തെ ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്: ഫസ്റ്റ് വൺ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് വൺ, തെർമോഡൈനാമിക് പ്രോസസ്. തേർഡ് വൺ, ഹീറ്റ് എൻജിൻസ്. ഇത്രയും ആണ് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Heat energy supplied to a system will be utilized to increase the internal energy and to do an external work done. This is a statement of law of conservation of energy for thermodynamic system. Mathematically, delta Q equal to delta U plus delta W. Heat supplied to a system is equal to sum of increase in internal energy and external work done. dq എന്ന് പറഞ്ഞാൽ heat supplied to the system by the surroundings. Delta U is change in internal energy of the system. Delta W, work done by the system on the surroundings. So ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഇസ് ഈക്വൽ ടു സം ഓഫ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ആൻഡ് എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഇനി ഡി ഡബ്ല്യു ഓർ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. തെർമോഡൈനാമിക് പ്രോസസ്. ഫസ്റ്റ് വൺ, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഇറ്റ് ഈസ് എ സഫിഷ്യൻ്റ്ലി സ്ലോ പ്രോസസ് ഡ്യൂറിങ് വിച്ച് ഓൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ദ സിസ്റ്റം ആർ ഇൻ ഇക്വിലിബ്രിയം. വളരെ സ്ലോവിൽ നടക്കുന്ന ഒരു പ്രോസസ്, അതിൻ്റെ ചേഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഒരു പ്രോസസ് നടക്കുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചുകളെ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്ലോ ആയിട്ടുള്ള പ്രോസസ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. ഐസോതെർമൽ പ്രോസസ്. Isothermal process means temperature of a system or temperature of a process remains constant or delta T equal to 0. Okay, it's a process in which the temperature of the system is kept fixed throughout is called isothermal process. First law of thermodynamics in the equation namakkariyam. Delta Q equal to delta U plus delta W. ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു 0 ആയിരിക്കും. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്കും ചേഞ്ച് വരില്ല. സ്വാഭാവികമായും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ഐസോതെർമൽ പ്രോസസ്സിൽ ഇങ്ങനെ എഴുതാം: ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ദാറ്റ് ഈസ് ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം will completely converted into work done. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ ഐസോതെർമൽ പ്രോസസ്സിൽ. ഇനി ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമുക്കറിയാം പി വി ഈക്വൽ ടു മ്യൂ ആർ ടി. പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, മ്യൂ ഈക്വൽ ടു 1 എന്നുള്ള കേസ് എടുക്കുമ്പോൾ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് നമുക്ക് എഴുതാം. ദെൻ വർക്ക് ഡൺ by isothermal process can be written as 2.303 RT log V2 by V1. Work done in isothermal process. Work done കണ്ടുപിടിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ P delta V എന്നുള്ളതാണ് dW. So W equal to integral P delta V. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. അഡയബാറ്റിക് പ്രോസസ്. It is a process in which there is no heat transfer between system and surroundings. First law of thermodynamics in the equation: delta Q equal to delta U plus delta W. Here delta Q equal to 0, so delta U equal to minus delta W. Adiabatic process
ഇന്റേണൽ എനർജി ആണ് വർക്ക് ഡൺ ആയിട്ട് മാറുന്നത്. സോ ഇന്റേണൽ എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഡൺ. ദെൻ അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ജനറൽ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഗാമ ഈസ് സി പി ബൈ സി വി, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്. അതിനെയാണ് നമ്മൾ ഗാമ എന്ന് വിളിക്കണേ. Then work done in adiabatic process can be written as K divided by 1 minus gamma into V2 raised to 1 minus gamma minus V1 raised to 1 minus gamma. ഇതാണ് work done in adiabatic process, or work done is mu R into T1 minus T2 divided by gamma minus 1. അടുത്ത പ്രോസസ് ഐസോകോറിക് പ്രോസസ് മീൻസ് ഡെൽറ്റ വി ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും നമുക്ക് ഊഹിക്കാം. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി ഓർ ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അതിൽ ഡെൽറ്റ വി എന്നുള്ളതിൻ്റെ വാല്യൂ 0 ആണ്. സോ ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈ ടു സിസ്റ്റം will completely converted into change in internal energy. അടുത്തത് isobaric process. In this delta P equal to 0. It's a process in which pressure of the system is kept fixed throughout the process. Then it is called a isobaric process. Temperature of the system changes and hence the internal energy will change. The heat absorbed goes partially to increase in internal energy and partly to do work. ഐസോബാറിക് പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി പ്രഷർ കൂടാൻ സാധിക്കാത്തതിനാൽ ഇൻക്രീസ് ഇൻ വോള്യത്തിന് വേണ്ടി ഉപയോഗിക്കും, പിന്നീട് അതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി യൂസ് ചെയ്യും. സോ രണ്ട് പ്രോസസ്സുകൾക്കാണ് ഐസോബാറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ യൂസ് ചെയ്യാം. അടുത്തത് ഐസോബാറിക് പ്രോസസ്. In this delta P equal to 0. It's a process in which pressure of the system is kept fixed throughout the process. Then it is called a isobaric process. Temperature of the system changes and hence the internal energy will change. The heat absorbed goes partially to increase in internal energy and partly to do work. ഐസോബാറിക് പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി പ്രഷർ കൂടാൻ സാധിക്കാത്തതിനാൽ ഇൻക്രീസ് ഇൻ വോള്യത്തിന് വേണ്ടി ഉപയോഗിക്കും, പിന്നീട് അതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി യൂസ് ചെയ്യും. സോ രണ്ട് പ്രോസസ്സുകൾക്കാണ് ഐസോബാറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ യൂസ് ചെയ്യാം. അടുത്തത് സൈക്ലിക് പ്രോസസ്. ഇൻ എ സൈക്ലിക് പ്രോസസ് the system returns to a state after passing through various intermediate states. Cyclic processൽ ഡെൽറ്റ യു 0 ആയിരിക്കും. സോ ഡെൽറ്റ ക്യു ഈക്വൽ ടു 0 പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അഗെയിൻ ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. A heat engine absorb heat and perform work in a cyclic process. സോ സൈക്ലിക് പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാം ഹീറ്റ് എൻജിൻ. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് പ്രോസസ്സാണ്. റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് അൻ ഐസോതെർമൽ പ്രോസസ്. അത് വളരെ സ്ലോവിലാണ് നടക്കുക, അതുകൊണ്ട് തന്നെ അത് ഐസോതെർമൽ പ്രോസസ്സാണ്. ബേഴ്സ്റ്റിംഗ് ഓഫ് എ ബലൂൺ ഓർ ബേഴ്സ്റ്റിംഗ് ഓഫ് എ സൈക്കിൾ ടയർ, ഇത് അഡയാബാറ്റിക് പ്രോസസ്സാണ്. കാരണം ആ പ്രോസസ്സുകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കണ ഒരു പ്രോസസ്സാണ്. സോ ഐസോതെർമൽ പ്രോസസ് ആർ സ്ലോ പ്രോസസ് ആൻഡ് അഡയാബാറ്റിക് പ്രോസസ് ആർ ഫാസ്റ്റ് പ്രോസസ്. അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. ഹീറ്റ് എൻജിൻ. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി and it undergoes a cyclic process. Heat engine receive heat from a hot reservoir at a temperature T1. It performs work W in a cycle and some heat Q2
is liberated to environment or at a low temperature during this process. സോ ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, ഹൈ ടെമ്പറേച്ചർ റിസർവോയർ, ഒരു സിങ്ക് ഉണ്ടായിരിക്കും, ലോ ടെമ്പറേച്ചർ റിസർവോയർ. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മീൻസ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്, W divided by Q1 or Q1 minus Q2 divided by Q1. Efficiency eta equal to 1 minus Q2 by Q1 അല്ലെങ്കിൽ അതിനെ ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 by T1 എന്ന് എഴുതാവുന്നതാണ്. ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് ഗ്രാഫ് അല്ലെങ്കിൽ PV ഡയഗ്രാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. 4 പ്രോസസ്സുകളാണ് ഹീറ്റ് എഞ്ചിനിൽ നോർമലി നടക്കാറുള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഇങ്ങനെ 4 പ്രോസസ്സുകളാണ് ഹീറ്റ് എഞ്ചിനിൽ സാധാരണ നടക്കാറുള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ സോഴ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് സിസ്റ്റം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിലെ വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്യും. ആൻഡ് ദ സിസ്റ്റം ചേഞ്ചസ് ഫ്രം P1 V1 T1 ടു P2 V2 T1. അഡയബാറ്റിക് എക്സ്പാൻഷനിൽ സിസ്റ്റം ചേഞ്ചസ് ഫ്രം P2 V2 T1 ടു P3 V3 T2. ഐസോതെർമൽ കംപ്രഷനിൽ സിസ്റ്റം ചേഞ്ചസ് ഫ്രം P3 V3 T2 to P4 V4 T2. അഡയബാറ്റിക് കംപ്രഷനിൽ P4 V4 T2 to P1 V1 T1 ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. സോ 4 പ്രോസസ്. ഫസ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ, സെക്കൻഡ് വൺ അഡയബാറ്റിക് എക്സ്പാൻഷൻ, തേർഡ് വൺ ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് ഫോർത്ത് വൺ അഡയബാറ്റിക് കംപ്രഷൻ. Efficiency is 100% if heat rejection to surroundings is 0. 1 minus Q2 by Q1 ആണ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി. Efficiency can be 100% in 2 situations. First one, temperature of source will be infinity or temperature of sink will be 0 Kelvin. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ഇൻഫിനിറ്റ് കെൽവിൻ, സിങ്കിൻ്റെ ടെമ്പറേച്ചർ 0 കെൽവിൻ. ഈ 2 കണ്ടീഷനിൽ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ബിക്കം 100%. ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ഇൻഫിനിറ്റ് കെൽവിൻ ഇമ്പോസിബിൾ ആണ്, 0 കെൽവിനും ഇമ്പോസിബിൾ ആണ്. സോ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ cannot be 100%. Heat engine with 100% efficiency is called ideal heat engine or Carnot engine. ഇത്രയുമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു ഓൾ.